അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് സൂറത്തുൽ ബഖറയിലെ ശ്രേഷ്ഠമായ 2 ആയത്തുകളും അതിൻ്റെ പ്രത്യേകതകളുമാണ്. ആമന റസൂൽ എന്ന് തുടങ്ങുന്ന 2 ആയത്തുകളും അതിൻ്റെ പ്രത്യേകതകളുമാണ് പറയാൻ പോകുന്നത്. ആമന റസൂലിൻ്റെ പ്രത്യേകതകൾ വിവരിക്കുന്നതിലും അതീതമാണ്. അതിലെ കുറച്ച് പ്രത്യേകതകൾ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير. لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت. ربنا لا تؤاخذنا إن نسينا واخطأنا. ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا. ربنا ولا تحملنا ما لا طاقة لنا به. واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. صدق الله العظيم. ആമന റസൂല് നിത്യവും കഴിയുന്നവരെല്ലാം നിത്യവും ആമന റസൂല് പതിവാക്കുക. ആമന റസൂലിൻ്റെ പ്രത്യേകതകൾ പറയുന്നതിനും അപ്പുറമാണ്. അള്ളാഹു ഒരുപാട് റഹ്മത്തുകൾ ആമന റസൂൽ ഓതുന്നവർക്ക് നൽകുന്നതാണ്. ഇശാ മഗ്‌രിബിനിടയിൽ ആമന റസൂൽ ഓതുന്നവർക്ക്, രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ചവർക്ക് ലഭിക്കുന്ന കൂലിയാണ് അള്ളാഹു തആല നൽകുന്നത്. ശത്രുക്കളിൽ നിന്ന് രക്ഷ നൽകുന്നതിനും ആമന റസൂല് പതിവാക്കുക. രോഗശിഫയ്ക്ക് വേണ്ടി ആമന റസൂല് ധാരാളമായി മനസ്സറിഞ്ഞ് പതിവാക്കുക. ആരെങ്കിലും കിടക്കുന്നതിൻ്റെ തലയിണയുടെ അടിയിൽ ഈ 2 ആയത്തുകൾ ഒരു കടലാസിൽ എഴുതി വെച്ചിട്ട് കിടക്കുകയാണ് എങ്കിൽ അയാൾക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാകുന്നതാണ്. ചെറിയ മക്കള് ഉറങ്ങുന്ന തൊട്ടിലിൽ ഈ ആയത്ത് കടലാസിൽ എഴുതി അതിൽ കെട്ടിത്തൂക്കിയിട്ടാൽ കുട്ടികൾക്ക് കണ്ണീരുണ്ടാകത്തില്ല, സിഹറുണ്ടാകത്തില്ല, യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല. മാറാ രോഗങ്ങൾ മാറ്റിത്തരുന്നതിനുള്ള ഒരു മാർഗമാണ് ആമന റസൂല്. മാറാ രോഗങ്ങൾ എല്ലാം അല്ലാഹു തആല ശിഫയാക്കി തരുന്നതിന് 11 ദിവസം 11 വട്ടം സുബഹിക്കും മഗ്‌രിബിനും ഇടയിൽ ആമന റസൂല് പതിവാക്കുക. എല്ലാ രോഗത്തിനും അല്ലാഹു തആല ഇതുമൂലം ശിഫ നൽകുന്നതാണ്. പടച്ചവനെ, രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, പടച്ചവനെ, ആമന റസൂലിന്റെ ബറകത്ത് കൊണ്ട് എല്ലാവരുടെ രോഗങ്ങൾക്കും നീ ശിഫ നൽകണേ അല്ലാഹ്. ആമന റസൂല് ജീവിതത്തിലുടനീളം ഞങ്ങൾക്ക് പതിവാക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. പടച്ചവനെ, തമ്പുരാനെ ഞങ്ങൾക്ക് നീ ആമന റസൂലിന്റെ ബറകത്ത് കൊണ്ട് അല്ലാഹ് നിന്റെ റഹ്മത്തുകളെ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. നിങ്ങളുടെ എല്ലാവിധ സങ്കടങ്ങളും പ്രശ്നങ്ങളും മാറ്റി ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും നൽകണേ റബ്ബേ. പടച്ചവനെ, തമ്പുരാനെ, ആരെല്ലാം ഞങ്ങളുടെ ഈ ചാനൽ വീക്ഷിക്കുന്നു അവരുടെ എല്ലാവരുടെയും സങ്കടങ്ങളും പ്രശ്നങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, എല്ലാവരുടെയും ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്.